ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ നിന്നാണ് ഞാൻ ഒരു ഇൻട്രോ പറയാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമ്മുടെ പുതിയ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലോട്ട് പുതിയൊരു മെമ്പർ വരുവാണ്. ഓക്കെ, അപ്പം ഇതുമല്ല കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് ഒരുപാട് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസറുമായിട്ടാണ് ഞങ്ങളിന്ന് വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് എൻ്റെ അനിയത്തി പ്രഗ്നൻ്റ് ആയിട്ട് 5 months ആയിട്ടുണ്ട്. നമുക്ക് നേരെ വീഡിയോയുമായി ഉള്ളിടത്തേക്ക് ചെല്ലാം. ചിന്നു നമ്മളോടൊപ്പം ഉണ്ട്. ഇതാണ് നമ്മുടെ ഗർഭിണി. ഗർഭിണിക്ക് 5 മാസമായി. ചക്കക്കൊതി ആയതുകൊണ്ട് ചക്ക തിന്നെയാണ്. അപ്പൊ ഗർഭിണിയുടെ ഹസ്ബൻഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഗൈസ്, നിങ്ങളൊരു ഹായ് കൊടുക്കുക, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഹായ് കൊടുക്കുക. അപ്പൊ ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തുകൊണ്ടാണ് ഇതിടാൻ ലേറ്റ് ആയി പോയത്, എന്ത് കോംപ്ലിക്കേഷൻസ് ആണെന്നൊക്കെ ഉള്ളത് നമുക്ക് നമ്മുടെ വീഡിയോയിലൂടെ എല്ലാവർക്കും കാണാം കേട്ടോ. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മൾ ലേറ്റ് ആയി പോയതിന്റെ കാരണം എന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഇവള് പ്രഗ്നന്റ് ആയിരുന്നു. ഏകദേശം ഒരു ഡിസംബർ മാസം. അതിന്റെ ഷോർട്സ് ഞാൻ എനിക്കൊന്ന് വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു കേട്ടോ. അപ്പം അതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഒക്കെ കൂടുതലായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രഗ്നൻസി എക്ടോപിക്കൽ പ്രഗ്നൻസി ആയിരുന്നു. അപ്പം അത് നമുക്കത് അബോർഷൻ ആക്കേണ്ടി വന്നു. പിന്നെ അത് കഴിഞ്ഞ് ഏകദേശം ഒരു 3 months കഴിഞ്ഞതിന് ശേഷമാണ് ഈ സെക്കൻഡ് പ്രഗ്നൻസി ആവുന്നത്. അപ്പോൾ ഡോക്ടേഴ്സ് തന്നെ നമ്മളടുത്ത് സജസ്റ്റ് ചെയ്തതാണ് ഒരു 5 months ഒക്കെ ആയതിനു ശേഷം മാത്രം എല്ലാവരെയും അറിയിച്ചാൽ മതി. കാരണം കോംപ്ലിക്കേഷൻസ് വളരെയധികം കൂടുതലായിരുന്നു എന്നുള്ളത്. ഇപ്പം ഏകദേശം 5 months ആയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഏകദേശം നമ്മുടെ റീസെന്റ് ആയിട്ടുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം വയറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ പ്രഗ്നന്റ് ആയി എന്നുള്ള കാര്യത്തെ പറ്റി, പ്രഗ്നന്റ് ആണോ എന്നുള്ളത്. പക്ഷേ ഞാൻ അതിനൊന്നും ആൻസർ ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ഒഫീഷ്യലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു. ഇപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് SAT ഹോസ്പിറ്റലാണ്, ട്രിവാൻഡ്രത്താണ് കേട്ടോ. അപ്പം ഇനിയിപ്പോൾ ഈ മാസം എന്തായാലും അനോമലി സ്കാനിങ് ആണ്. 23 ഇനിയിപ്പം നെക്സ്റ്റ് മൺഡേയിൽ അനോമലി സ്കാനിങ് ആണ്. അപ്പൊ നമ്മൾ ഡോക്ടറുടെ പെർമിഷനും കൂടി ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ നിങ്ങളടുത്ത് അതൊന്ന് റിവീൽ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പോഴത്തേക്ക് നമ്മൾ അവിടെ തന്നെ ഉള്ള ഒരു ഡോക്ടറാണ്, നമുക്ക് പരിചയമുള്ള ഒരു ഡോക്ടറാണ് കേട്ടോ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഡോക്ടർ ഞങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾക്ക് കറക്റ്റ് കാര്യങ്ങൾ തന്നെ പറഞ്ഞു തന്നു. കാരണം കുറച്ചധികം കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം ആദ്യം അബോർഷനൊക്കെ ആയത് ഒരു CS സർജറി പോലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഈ സെക്കൻഡ് പ്രഗ്നൻസി ഞങ്ങൾ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വളരെയധികം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളിത് ഒരുപാട് ആളുകളിലേക്ക് ഞങ്ങളിത് അറിയിക്കാഞ്ഞത്. പിന്നെ വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തോട് ഞങ്ങൾ പറഞ്ഞില്ല. പിന്നെ എല്ലാവരും നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് നമുക്ക് മെസ്സേജ് അയച്ചു തുടങ്ങിയത്. കാരണം പ്രഗ്നന്റ് ആണോ എന്നൊക്കെ ഉള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ഒരുപാട് കാത്തിരിപ്പിനുകൾക്കൊടുവിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് ഒരു ഒക്ടോബർ ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ പുതിയൊരു ഉണ്ണി വരാൻ പോവാണ്. അപ്പൊ ഞങ്ങൾ ഒഫീഷ്യലായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോടും നമ്മളെ സ്നേഹിക്കുന്നവരോടും ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഈ ഒരു കാര്യം ഞങ്ങൾ അറിയിക്കുകയാണ്. പിന്നെ അത് മാത്രം ഞങ്ങളൊരു വീഡിയോയിലൂടെ തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ അറിയിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ സാഹചര്യങ്ങളുടേതും പിന്നെ ഡ്യൂട്ടി കാര്യങ്ങൾ പിന്നെ ഇവരുടെ ഹെൽത്തിനുള്ള കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയാനൊന്നും പറ്റാഞ്ഞത്. എല്ലാവരും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കുഞ്ഞിനും ചിന്നുവിനും വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇത്രയും വരെ എത്തിയത്. അപ്പം നിങ്ങളുടെ അടുത്ത് നമ്മുടെ ലൈഫിൽ എന്തൊരു വിശേഷം ഉണ്ടായാലും നിങ്ങളുടെ അടുത്ത് അത് പറയണമല്ലോ, ഒഫീഷ്യലായിട്ട് തന്നെ പറയണം. അതുകൊണ്ടാണ് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഞങ്ങൾ ചെയ്തത്. ഇപ്പം എന്തായാലും ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം തന്നെ ഞങ്ങൾ 5ാം മാസത്തിലെ അറിയിക്കൽ ചടങ്ങുകളൊക്കെ ഉണ്ട്. അത് നമ്മൾ വേണ്ടപ്പെട്ട കുറച്ച് റിലേറ്റീവ്സ് മാത്രമേ ഉള്ളൂ. കാരണം വീട്ടിലുള്ളവരും ഒരു നാത്തൂനും പുറത്തുനിന്ന് നമ്മൾ ആരെയും അങ്ങനെ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ അങ്ങനെ ക്ഷണിക്കുന്നൊന്നുമില്ല. പക്ഷെ 7ാം മാസത്തിൽ നമ്മൾ അടിപൊളിയായിട്ട് 7ാം മാസത്തിലെ ചടങ്ങ് അടിപൊളിയായിട്ടൊക്കെ നടത്തണം എന്നൊക്കെയാണ് തീരുമാനിച്ചൊക്കെ ഇരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് എന്തായാലും വേണം. ഇനി ചിന്നുവിന് എന്താണ് പറയാനുള്ളത് നോക്കാം. ഒന്നും പറയാനില്ല. ചിന്നു മൊത്തത്തിൽ കുറച്ച് ആദ്യത്തെ ഒരു 3 months ഭയങ്കര വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇപ്പോഴും ചെറിയ വയർ ഇങ്ങനെ വലുതാവുന്നതിന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊണ്ടാണ് കേട്ടോ. അപ്പം ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുറത്തിറങ്ങാൻ പറ്റാത്ത അത്രയും മഴയാണ് കേട്ടോ. അപ്പം നിങ്ങൾ എല്ലാവരും നമുക്ക് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, ചിന്നുവിനും ബേബിക്കും ഒക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പം ഇനി ഒരു പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ബൈ, സീ യു.